ഒരു കിഡിലൻ സ്നോമാൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ ഇവിടെ എത്തിപ്പെടാതിരുന്നത് വലിയൊരു നഷ്ടമായി എന്ന് ശരിക്കും തോന്നിപ്പോയ ഒരു സ്ഥലമാണിത്. എല്ലാ വർഷവും നമ്മൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും നിങ്ങൾ കരുവന്നൂർ പോയിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുക കരുവന്നൂർ ഇത്ര വലിയ സംഭവമാണോ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കരുവന്നൂർ ഇടവകയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആലൂക്ക വിൻസെന്റ് ചേട്ടൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇതാ ഇത്ര ഭംഗിയായിട്ട് ഒരു സ്നോമാനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വിൻസെന്റ് ചേട്ടൻ്റെ മോൻ ആൽവിനാണ് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൽവിനെ നമ്മൾ ആദ്യം കാണുന്നത് പേരാമ്പ്ര വെച്ചിട്ടാണ്. അപ്പോൾ പേരാമ്പ്ര വെച്ചിട്ട് നമ്മൾ അവിടുത്തെ പിണ്ടി ഡെക്കറേഷനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൽവിൻ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ എന്താ കരുവന്നൂർ വരാത്തതെന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത പെരുന്നാൾക്ക് എന്തായാലും കരുവന്നൂർ എത്തിയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി, അതായത് ഇത് ചെറിയൊരു സംഭവമൊന്നുമല്ല. കരുവന്നൂർ മത്സരത്തിനുള്ള പിണ്ടികളുടെ എണ്ണം കുറവാണെങ്കിലും മത്സരിക്കുന്ന പിണ്ടികളെല്ലാം തന്നെ സൂപ്പറാണ്. അത്രയ്ക്ക് രസമായിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം ഇനി നമുക്ക് അടുത്തതായിട്ട്. അപ്പോൾ ഈ സ്നോമാൻ എന്തായാലും എത്ര സമയം എടുത്തു ആദ്യം ഇത് വർക്ക് ചെയ്യാനായിട്ട്? 2 ദിവസം കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അത് അതിലും വലിയ അത്ഭുതമായി പോയി. അതെ, 2 ഫുൾ ടൈം ഇതിന്റെ പുറകെ ആയിരുന്നു അല്ലേ? ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒറ്റയ്ക്ക് ചെയ്തു. ഓക്കെ, സമ്മതിച്ചു കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അത്രയും ഭംഗിയായിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ പിണ്ടി വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഉള്ളിൽ പിണ്ടി, ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എങ്ങനെയാ? അപ്പൊ കുറെ സമയം എടുത്തത് ഒക്കെ റെഡിയാക്കി എടുത്തു. അപ്പൊ സൂപ്പർ. ആൽവിനോട് എന്താ പറയേണ്ടത്? സത്യം പറയാൻ എനിക്കറിയില്ല, പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷം ഇവിടെ വരാത്തത് ഒരു നഷ്ടം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആൽവി മുഖേനയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആൽവി സൂപ്പറായിട്ട് ഇതിൻ്റെ സമ്മാനം കിട്ടട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. മത്സരത്തിനുള്ള പിണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് പിണ്ടികൾ കാണാൻ, ഒരുപാട് നല്ല പിണ്ടികൾ കാണാനുണ്ട്. ഇപ്പോൾ എന്ത് മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിൽ ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ ഹാർട്ട് ഷേപ്പ് ഉണ്ട്, അരയന്നങ്ങളാണെങ്കിൽ അരയന്നങ്ങളും ഉണ്ട്, നല്ലൊരു വെയ്സും ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മോഡലുകളും സമ്മേളിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ ആൽജോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കരുവന്നൂരാണ്. കരുവന്നൂർ കാഞ്ഞിരക്കാടൻ അല്ലേ? കാഞ്ഞിരക്കാടൻ ജോസേട്ടൻ്റെ വീട്ടിലാണ്. കാഞ്ഞിരക്കാടൻ ജോസേട്ടൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ജോസേട്ടൻ്റെ മകൻ ആൽജോയും ആൽജോയുടെ അനിയത്തിയും കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആൽജോ എന്താ ചെയ്യുന്നത് ശരിക്കും? അത് ശരി, ഓക്കെ. അപ്പോൾ എന്താ എല്ലാ വർഷവും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനെ വെറൈറ്റി മോഡലുകൾ? അത് ശരിയാണ്. ഈ ഭാഗത്തുള്ള എല്ലാവരും നന്നായി തന്നെ ചെയ്യുന്നവർ. പക്ഷേ ആദ്യം നല്ല സ്പെഷ്യലായിട്ടൊരു പിണ്ടിയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി മോഡൽ ഉണ്ടാകും എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽജോയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വഴി പറഞ്ഞു തന്നതും കൃത്യമായി ലൊക്കേഷനൊക്കെ അയച്ചു തന്നത് നമ്മളിവിടെ എത്തിച്ചത് ആൽജോനാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഇവിടെ എത്തിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെ. കാരണം ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ ഡെക്കറേഷൻസും ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഒരാൾക്ക് പോലും നമ്മളെ പരിചയമില്ലാത്തതില്ല. എല്ലാവരും നമ്മുടെ ചാനലിൽ കാണുന്നവരാണ്, നമ്മൾ നന്നായി പരിചയമുള്ളവരാണ്. അപ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്കൊരു നഷ്ടമായി പോയേനെ. അപ്പോൾ ഒത്തിരി താങ്ക്സ് ആൽജോന്. ഒപ്പം ഇത് മത്സരത്തിനുള്ള പിണ്ടിയാണ്. പിന്നെ ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്നൊന്ന് പറയും. കാർഡ്ബോർഡിന്റെ ഷീറ്റില് നമ്മൾ പൂ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചേക്കാണ്. ന്യൂസ് പേപ്പറും കാർഡ്ബോർഡ് ഷീറ്റും യൂസ് ചെയ്തേക്കാണ്. അതിന്റെ മുകളിലത്തെ തലഭാഗം കമ്പി ന്യൂസ് പേപ്പറിൽ ചുറ്റി ഷേപ്പ് ആക്കിയിട്ട് അതിന്റെ മുകളിൽ ക്രൈപ്പ് പേപ്പർ ഒട്ടിച്ച് ഷേപ്പ് ആക്കി. ഇത് ക്രീപ്പ് പേപ്പർ ആണ് കേട്ടോ. ഇത് ക്രീപ്പ് പേപ്പർ ആണ്, കാർഡ്ബോർഡിന്റെ ഷീറ്റാണ്. ഇത് അതുപോലെ ഫ്ലവർക്ക് ചൈന പേപ്പർ ആണ് അല്ലേ? ഫ്ലവർ ചൈന പേപ്പർ ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും കാർഡ്ബോർഡ് ഇവിടെ ബേസ് ആയിട്ട് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് മുള വെച്ചിട്ട് അതിന്റെ ഷേപ്പ് എടുത്തിട്ടുണ്ട് അല്ലേ? പേപ്പർ കൊണ്ട് ഒട്ടിച്ച് ഷേപ്പ് ആക്കിയിട്ട് എടുത്തേക്കാം. ഓക്കെ, താഴെയുള്ളത് കാർഡ്ബോർഡിന്റെ ബോക്സുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു 3 ബോക്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്? ഇന്നലെ വൈകുന്നേരം ഒന്ന് സ്പോട്ട് ഇവളാണ് പൂവൊക്കെ ഉണ്ടാക്കിയത്. അനിയത്തിയാണ് പൂവൊക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പൊ ചേട്ടനും അനിയത്തിയും കൂടി ആയിട്ട് എന്താ പറയാ നന്നായി വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് സമ്മാനം കൊടുക്കുന്നത് ശരിക്കും കൺഫ്യൂഷനായി പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ മത്സരം നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ആംഗ്രി ബേർഡിന്റെ അടുത്താണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആംഗ്രി ബേർഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആംഗ്രി ബേർഡിനെ ഇവിടെ പിന്നി ഡെക്കറേഷൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നെല്ലായിപ്പറമ്പിൽ ബെന്നിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ബെന്നിച്ചേട്ടൻ്റെ ഭാര്യ, അമ്മച്ചി, അതേ 2 മക്കള്, അമലും അന്ന. ഓക്കെ, അപ്പോൾ അമലാണ് ഇതിൻ്റെ മെയിൻ ഡിസൈനർ അല്ലേ? അമലാണ് മെയിനായിട്ട് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും അമലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരുടെയും സഹായം, സഹകരണം, ഒരുമ എല്ലാം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ആംഗ്രി ബേർഡ് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗ്രി ബേർഡ് നമ്മുടെ മത്സരത്തിന് കൊടുത്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ കരുവന്നൂർ CLCയുടെ നേതൃത്വത്തിലാണ് മത്സരം നടക്കുന്നത്. എല്ലാ ഡെക്കറേഷൻസും കട്ടക്ക് കട്ട മത്സരമാണ്. അതായത് ആർക്കും പ്രൈസ് കൊടുക്കുമെന്നുള്ളത് ശരിക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അമൽ നല്ല സൂപ്പറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല രസമായിട്ട് നല്ല പെർഫെക്ഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈൻ, ഇതിൻ്റെ ഉള്ളിലെ വർക്കൊക്കെ എന്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്? ഉള്ളിൽ ചെയ്തത് കമ്പിയാണ്. ഫ്രെയിം കമ്പി, അത് നമ്മ പേപ്പർ, ന്യൂസ് പേപ്പർ മൈദയിൽ മുക്കിയിട്ട് ഒട്ടിച്ചേക്കണം. അങ്ങനെയാണ് ഈ ഷേപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഭാഗമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ അത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് മടക്കിയിട്ട് വെച്ചേക്കണ ഒട്ടിച്ചേക്കണ. അടിയിലും മുകളിലൊക്കെ ആയിട്ട് എല്ലാ വർഷവും ഇവിടെ ചെയ്യാറുണ്ട് അല്ലേ വെറൈറ്റി മോഡൽസ്. അപ്പോൾ ശരിക്കും നമുക്ക് എല്ലാ വർഷവും പെരുന്നാളാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വെറൈറ്റി മോഡൽസ് എന്തിട്ടുള്ളത്, പുതിയ മോഡൽ എന്തിട്ടുള്ളതെന്ന് അന്വേഷിച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ ചാനലിലോട്ട് ആദ്യം വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി മോഡൽസ് അല്ലെങ്കിൽ പുതിയ മോഡൽസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല സ്ഥലം കരുവന്നൂരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എല്ലാ പുതിയ മോഡലുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല വിധത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെയൊക്കെ പെയിൻറ് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര പെർഫെക്ഷനിലൊക്കെ മത്സരിക്കുന്ന എല്ലാവരും ഒരേ സ്കെയിലിൽ നന്നായി പെർഫെക്ഷനിൽ ചെയ്യുന്നൊക്കെ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ശരിക്കും സൂപ്പറായിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ എത്തേണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും പരമാവധി നമ്മൾ എത്താനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അമലിൻ്റെ ഒരു ഹാർഡ് വർക്ക് ശരിക്കും ഇതിനകത്തുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഷിപ്പിൽ ജോലി ചെയ്യുമ്പോൾ അത് ശരി. അപ്പോൾ അടുത്ത ഇതിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പെരുന്നാൾ വന്നത്. അപ്പോൾ എന്തായാലും പെരുന്നാൾ കൂടാൻ പറ്റി, നല്ലൊരു പിന്നി ഡെക്കറേഷൻ ചെയ്യാനും പറ്റി. അപ്പോൾ എന്തായാലും സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ചാനൽ കാണുന്നവരാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇനിയും തുടർന്ന് ചാനൽ കാണണം, കമൻസ് ഒക്കെ അയക്കാം. അപ്പോൾ താങ്ക്സ്. അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്ക് നന്നായി പിന്നി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റട്ടെ, അപ്പം സമ്മാനം കിട്ടട്ടെ കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒരു ഫ്ലവർ വേസ്, നമ്മൾ എല്ലാ ഇടവകയിൽ പോയാലും ഫ്ലവർ വേസ് കൂടുതലായിട്ട് കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആകെ ഒരു ഫ്ലവർ വേസേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് തന്നെ നല്ല രസം, അതായത് അത്ര പെർഫെക്ഷനിലാണ് സോണിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് പെരുമ്പിള്ളി ജോജോയുടെ വീട്ടിലാണ്. ജോജോയുടെ ഭാര്യ സോണിയയാണ് ഈ ഒരു ഫ്ലവർ വേസ് ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും സൂപ്പറായിട്ടുണ്ട്. സോണിയ അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരാൾക്കായിട്ട് ക്രെഡിറ്റ് കൊടുക്കേണ്ട, എല്ലാവർക്കും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു എഫേർട്ട് ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ സോണിയ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അതേ വന്നപ്പോൾ തന്നെ എന്നെ അടുത്ത് വേഗം പറഞ്ഞു, എനിക്കറിയാം, ഞാൻ വീഡിയോ സ്ഥിരം കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. മത്സരത്തിന് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു മത്സരത്തിന് കൊടുക്കാമായിരുന്നു. നല്ല രസമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. ഒന്ന് നോക്കി എന്ത് പെർഫെക്ഷനാണ് ഇതൊക്കെ കാണാനായിട്ട്. ഫ്ലവേഴ്സ്, നിറയെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് മത്സരത്തിന് കൊടുക്കായിരുന്നു എന്നൊരു സജഷനും കൂടി ഇവിടെ പറഞ്ഞു കേട്ടോ.